மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும் மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும் மெத்தைமேல் கண்கள் மூடவுமில்லை உன்மடி சேர்ந்து கனவுகள் கொள்ளை மார்கழி பூவே மார்கழி பூவே. டே கேசோ, ஓ என்னடா முகம் ஒரு மாதிரியா இருக்கு? എനിക്ക് എന്തൊരു പ്രശ്നം കനാൻഡി? ஏதோ பிரச்சனை இருக்கு. மெர்லின் கிட்ட சண்டை போட்டியா? സണ്ട പോടാനാ? ഞാൻ എന്തിനു സണ്ട പോടേ? സണ്ട പോട്ടൊന്നുമില്ല. അവളെങ്ങനെ വിളിച്ച് അവളുടെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാത്തിനെയും കേട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തോ അറിഞ്ഞൂടെ തന്നെ ആൻറ്റി, എല്ലാത്തിനും എന്തൊക്കെയോ തടസ്സം. ചില സമയം ഇങ്ങനെ ആയിരിക്കും അല്ലേ? டேய் வருத்தப்படாதடா, எல்லாமே சரியாகும். நம்பிக்கை தானடா வாழ்க்கையே. அதனால வருத்தப்படாத. എന്താണ് രാവിലെ കനകാന്റെ സിദ്ധാന്തമൊക്കെ പറയണം? ஒன்னும் இல்ல லட்சு, அவனுக்கு ஏதோ பிரச்சனை, ரொம்ப வருத்தமா இருக்கான். കേശുവിന് പ്രശ്നോ? കേശുവിന് എന്ത് പ്രശ്നം? അങ്ങനെ പറയാനൊരു ചാൻസ് ഇല്ലല്ലോ. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, എക്സ്പെൻസ് ഇല്ല, പിന്നെ നേരെ ചൊവ്വ പഠിക്കാൻ പോണില്ല, തന്നിഷ്ടത്തിന് ജീവിക്കാം. എന്താ ലൈഫ്. പിന്നെ ആകെ ഉള്ള വള്ളിന്ന് വെച്ചാ അത് മെർലിൻ. അതെ, അതിനാണെങ്കിൽ വീട്ടുകാര് സപ്പോർട്ട്. അടുത്ത ജന്മത്തിലെങ്കിലും കേശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ദൈവമേ. ഞാനേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോണു. ഇല്ലെങ്കിൽ നീ പോവാതെ ഇവിടെ വന്ന് ഇരി, നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് പോ. അയ്യോ, എനിക്കെന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. 3 നേരം വയറ് നിറച്ച ആഹാരം. 3 6 6 നേരമെങ്കിൽ 6 നേരം വയറ് നിറച്ച ആഹാരം, സുഖജീവിതം, എക്സ്പെൻസ് ഇല്ല, തോന്നിയ പോലെ ജീവിക്കാം, പഠിക്കാൻ പോവണ്ട, പിന്നെ ആകെ ഉള്ളൊരു വള്ളി മെർലിൻ. അതിന് വീട്ടുകാർ മൊത്തം സപ്പോർട്ടും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ, പിന്നെ ചെറിയ ചെറിയ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് പട്ടിത്താറ്റും പരിഹാസം ഉണ്ടാവും. അത് പിന്നെ ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സഹിച്ചങ്ങ് നിൽക്കാമല്ലോ. പിന്നെന്തരാണ്, ചവിട്ട് തൊഴിൽ അതൊക്കെ കൊണ്ട് ഒരു പട്ടിയെ പോലെ അങ്ങ് ജീവിക്കാം. കുഴപ്പമില്ല, വേറെ വിഷയമുള്ള കേസൊന്നുമല്ല. പിന്നെ അടിമയെ പോലുള്ള ജീവിതമാണെന്നേ ഉള്ളൂ. കേശുവേ, ഓ എല്ലാരും പറയും. കേശു, ഓ ഈ നാണം കെട്ടവന്റെ ആസനത്തിലെ ആല് കിളിർത്ത അതും അലങ്കാരം തന്നെടാ. പഴഞ്ചൊല്ലല്ലേ? അങ്ങനാണെങ്കിൽ വേറെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷേ അമ്മായിക്ക് പറ്റിയ പഴഞ്ചൊല്ല് വേണമെങ്കിൽ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. ഭാര്യ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഭർത്തൃ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് സമം നാക്കിയ നന്നായിരിക്കും. പക്ഷെ അമ്മൂമ്മോ, ഇത് ചില ആൾക്കാർ മനസ്സിലാക്കണില്ല. ഞാൻ ഇനി ഇവിടെ നിന്ന വേറെ കുറച്ചുകൂടെ ചിലപ്പോൾ പറയും, അത് കടുത്തു. ചേട്ടന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. സാരമില്ല അമ്മായി, ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞാ മതി. കുഴപ്പമില്ല, ചോദിച്ചു വാങ്ങിച്ചല്ലേ, സഹിച്ചോളാം. கேசுக்கு ஏதோ பெரிய பிரச்சனை இருக்கு, அவன் ரொம்ப வருத்தமா இருக்கான். അതെ, പഴയ ഉത്സാഹവും പ്രസരിപ്പും ഒന്നും ഇല്ലെന്നേ. അവന് നല്ല സമയദോഷമുണ്ട്. ഇനിയിപ്പോ സമയദോഷത്തിന് പറ. എൻ്റെ അമ്മൂമ്മ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ചെറുക്കനാണ് കേശു. എന്തായാലും അവൻ എനിക്കിട്ട് പറഞ്ഞതിന് ഞാൻ തിരിച്ചു കൊടുക്കണുണ്ട്. അമ്മായി തോറ്റു പോയെങ്കിൽ മിണ്ടായിരിക്കണം. ഓ ശരി, എന്തായാലും എനിക്കുള്ള സമയം വരുമല്ലോ, അപ്പൊ ഞാൻ കൊടുത്തോളാം. கௌரி, இப்ப மணி என்னாச்சு? ഇപ്പം 8:15. 8:15. 8:15 ஆச்சா? இப்ப கிளம்பினா எல்லாமே சரியாயிடும். അതിന് നീ എവിടെ പോന്നു? அம்மா அதெல்லாம் அப்புறம் சொல்றேன். ഇതോടെ പോണു. ஹர ஹரோ ஹர ஹர
ஹரஹரோ ஹரஹரா ஹரஹரோ ஹரஹரா. എവിടെ പോയതാ? நான் கோவில்ல போனேனே. കിച്ചണിൽ നിന്ന് നേരെ കോവിലിൽ പോയാ? ஆமா, நான் குளிச்சுட்டு தானே கிச்சன்ல இருந்தேன். அதனால அப்படியே கோவிலுக்கு போயிட்டு வந்தேன். ഏത് കോവിലാ പോയ? முருகன் கோவில். മുരുകന്റെ കോവിലോ? അല്ല, അയ്യപ്പന്റെ അമ്പലം എനിക്കറിയാം. ഇവിടെ എവിടെ മുരുകന്റെ അമ്പലം? ஐயப்பன் கோவில் உனக்கு தெரியும்ல? அதுக்கு பக்கத்தால ஒரு தெரு இருக்கு. அதுக்குள்ள நம்ம முருகன் கோவில் இருக்கு. മുരുകൻ കോയിലാരും പോയേ? நான் போனேன்டா. അങ്ങനെ എന്തോ പതില്ലാത്ത മുരുകൻ കോയിലോട്ടൊക്കെ அதெல்லாம் இருக்கு. உனக்கு ஒரு பெரிய சர்ப்ரைஸே நான் வச்சிருக்கிறேன். അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് സർപ്രൈസ് എന്താ? എന്ത് സർപ്രൈസ്? உனக்கு தானே ரொம்ப வருத்தமா இருக்கு. அதனால நான் கடவுள்கிட்ட போய் வேண்டிட்டேன், நீ வந்து காவடி எடுப்பேன்னு. കാവടിയാ? ஆமா. കനകാന്റി, കാവടി എന്ന് പറയുമ്പോ വേൽക്കാവടിയാണോ? இல்ல, சாதா காவடி தான். ഈ സാധാ കാവടി എന്ന് പറയുമ്പോ அதுல பீலி எல்லாம் இருக்குமே, அந்த காவடி. പീലിക്കാവടി. പീലിക്കാവടി കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കണ്ടേ? ஆமா, விரதம் எடுக்கணும். അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇത് ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യണ്ടേ അല്ലേ ചേച്ചി? വിശ്വാസം ഉള്ളവർക്ക് വിശ്വാസമുണ്ട്, ഇല്ലാത്തവർക്കില്ല. രണ്ടും തെറ്റൊന്നും അല്ല. அது அம்மா சொன்னது ரொம்ப கரெக்ட். உனக்கு விசுவாசம் இருக்குல்ல, അതുണ്ട്. உன்னோட பிரச்சனை எல்லாம் தீரணும்ல. ഓ, அதனால நீ காவடி எடுத்துதான் ஆகணும். நீ ஒண்ணும் செய்ய வேண்டாம் கேசு. அந்த காவடி எடுத்துட்டு ஒரு 108 வீட்டுல நீ போயிட்டு வா. அதுக்கப்புறம் எல்லாமே சரியாயிடும். ഈ 108 വീട്ടിൽ കയറി ഭിക്ഷ എടുക്കണം എന്നാണോ ആന്റി വേണ്ടിയത്? അതേതാണ്ടാ. ഓക്കെ, നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യാം. പക്ഷെ എന്നോടൊന്ന് ഒരു തവണയെങ്കിലും ആലോചിക്കായിരുന്നു കേട്ടോ അത് ചെയ്യുന്നതിന് മുമ്പ്. இல்லடா, உன்னோட வருத்தம் பார்த்தப்போ எனக்கு ரொம்ப கஷ்டமா இருந்தது. அதனால நான் அப்படியே போய் நின்னப்போ என்னோட மனசுல அப்படிதான் தோணுச்சு. മനസ്സിൽ വന്ന കാര്യമാണ്. എന്നാ പിന്നെ ശരി, നമുക്ക് കാവടി എടുത്തേക്ക്. എന്താ പറയണ? അതൊക്കെ കൊള്ളാം. എന്തായാലും കേശു അപ്പം കുറച്ച് ദിവസത്തേക്ക് വ്രതം എടുക്കേണ്ടി വരും. വ്രതം നമ്മൾ എടുക്കുമല്ലോ. ദേശേ, രാവിലെ വൈകുന്നേരം ഒക്കെ അമ്പലത്തിൽ പോയി തൊഴണം. പോവല്ലോ. മെയിനായിട്ട് കുളിക്കണം. ഏയ്, കുളിക്കുമല്ലോ. അതെ, നല്ല ശുദ്ധം വൃത്തിയൊക്കെ വേണം. ചുമ്മാതെ കുഞ്ഞുകളി അല്ല ഇതൊന്നും. നോൺ വെജിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ആര് ചിന്തിക്കണ്? ഭക്ഷണത്തിൽ കൺട്രോൾ വേണം. என்ன லட்சு இது? நம்ம கேசு தானே, எல்லாமே நல்லா செய்வான். അപ്പൊ ഓക്കെ. ഹരഹര ഹരഹര. വെണ്ടിങ്കൽ കോലമേറും തങ്കവേല നീ തൈപ്പൂയ കവടിക്ക് കൂടെ വാവാ. മുപ്പാരും വന്ദിക്കും വേരായുധ നിന്റെ തൃക്കാലടി തുണ ശ്രീ മുരുക. പൂവഴക ശ്രീ മുരുക, വേലവനേ ഹരോഹര. വടനായക ശ്രീ ആണ്ടവ, ശിവതനയ നമോ നമ. என்னடா, என்னாச்சு? കല്ലോ മുള്ളോ എന്തോ കുത്തി. ஐயோ, இவ்வளோ நாள் நீ சப்பல் போட்டு தானே நடந்த, இப்ப தானே போடாம நடக்கிற. அதனால இந்த கல்லெல்லாம் குத்தும். டேய், நல்லதுடா அது உடம்புக்கு. சப்பல் போடாம நடந்ததுன்னா உடம்புக்கு ரொம்ப நல்லது அது. ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതല്ലേ? அதேதான்டா. അതെനിക്കും അറിയാം. இந்த விரதம் எடுக்கும்போது அது ரொம்ப அருமையா இருக்கும். சப்பல் போடாம நடக்கும்போது நம்மளுக்கு ஒரு என்ன சொல்லும், ஒரு எனர்ஜி எல்லாம் கிடைக்கும். ഹരഹര ഹരഹര. ஹரஹரோ ஹரஹரா. ഹരഹര ഹരഹര. ஹரஹரோ ஹரஹரா. വന്നാ വന്ന് മക്കളെ വന്ന്. பாரு, நாங்க கோவில்ல போனோம். 21 வாட்டி பிரதட்சணവും വെച്ചோம். ആണാ? എന്നാ പിന്നെ ഞാനും കൂടെ വന്നേനല്ലോ. അതാകുമ്പോ ചേട്ടൻ അവിടെ കിടന്ന് ഉരുളുന്നത് കാണാലോ. അയ്യോ മക്കളെ, ഇത് ശയന പ്രദക്ഷിണമല്ല, നടന്നുള്ള പ്രദക്ഷിണം. കേശുവേ, ഓ, നീ മാല ഇട്ടാ? പിന്നെ ഇനി അങ്ങോട്ട് കട്ട വ്രതമായിരിക്കുമല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. இந்த பாரு கௌரி, டடடாயின். காப்பு கட்டி இருக்கிறது பாத்தியா? இனிமே இவன் முருகனோட ஆளு, விரதத்துல தான் இருப்பான். ആന്റി,
ഇവിടെ പീലിക്കാവടി മാത്രമേ ഉള്ളൂ, വേൽക്കാവടി ഇല്ല? இல்லப்பா, இந்த கோவில்ல பீலிக்காவடி பூக்காவடி மட்டும்தான் இருக்கு. வேல் காவடி இல்ல. കാവടിയാ? ആന്തിരി കാവടിയാ? பாருக்கு தெரியாதா? இந்த சூலம் இருக்குல்ல, இப்படி குத்துவாங்க, என்னட்டு காவடி எடுப்பாங்க, நாக்கிலேயும் குத்தும் சொல்லிட்டு. அதே மாதிரி வேற நிறைய காவடி எல்லாம் இருக்கு. എന്തൊക്കെ കാവടി ഉണ്ട്? பூக்காவடி இருக்கு, பீலிக்காவடி இருக்கு, பறக்காவடி இருக்கு, அப்படி நிறைய காவடி இருக்கு. അറക്കാവടിയാ? பறக்காவடினா உனக்கு புரியற மாதிரி கேசு கொஞ்சம் சொல்லி கொடுறா மலையாளத்துல. நான் சொன்னா அவளுக்கு புரியாது. വരുന്ന ഫ്ലോഗ് ഒക്കെ കണ്ടപ്പോ ഇപ്പൊ അങ്ങ് പറയുന്നു വിചാരിച്ച്. சொல்றா, பாவம்ல. മക്കളെ, ഈ പറക്കാവടി എന്ന് പറയുമ്പോ ഈ വണ്ടിയില്ലേ, വണ്ടിയുടെ ബാക്കില് ഇങ്ങനെ വലിയ തടി വെച്ച് കെട്ടും മുകളില്. എന്നിട്ട് ഈ കൊളുത്തുണ്ടല്ലോ, ചൂണ്ടക്കൊളുത്ത്, അതേപോലെ ഇരിക്കുന്ന വലിയ വലിയ കൊളുത്തുണ്ട്. അതിട്ടിട്ട് നമ്മുടെ ഈ ഏണിന്റെ ഈ സൈഡിലും പിന്നെ വയറിന്റെ ഈ സൈഡിലും ഒക്കെ കൊളുത്തും, പുറത്തും കൊളുത്തും തോന്നണം അല്ലേ. എന്നിട്ട് അത് വെച്ച് നമ്മൾ വലിച്ചിങ്ങനെ കയറ്റി അങ്ങനെ നിൽക്കുന്നതാണ് പറക്കാവടി. അപ്പൊ വേറെ എടുക്കത്തില്ലേ? இல்ல பாரு, இந்த விரதம் எடுத்துட்டு தானே இப்படி எல்லாம் எடுப்போம், அதனால வலிக்கலாம் வலிக்காது. ഫുഡ് റെഡിയായ? പിന്നെ ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, എല്ലാം റെഡി. എട്. டேய், கொஞ்சம் சாப்பிட்டா போதும், விரதத்துல அந்த ஞாபகம் எப்பவும் இருக்கணும். വേണ വേണ, കുറച്ച് കഴിച്ചാൽ മതി, വാ. പിന്നെ കാവടി എടുക്കുന്ന ദിവസം താൻ പറഞ്ഞു ആന്തിന് പുറത്തിന് പറഞ്ഞേ, പിന്നെ താൻ പറ്റാതെ എങ്ങനെയാ? പാടോ പിന്നെ മനസ്സ് മാറ്, അന്ന് പോയേ. ഓ, വ്രതമൊക്കെ എടുക്കുന്നുണ്ട്. വ്രതമൊക്കെ കറക്റ്റായിട്ട് നോക്കി പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ബൈക്കൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വരാൻ. 3 പിടിച്ചാലോ, എന്ത് പറയണ? 3 വേണ്ടേ? എന്നാ ലൈറ്റ് ആയിട്ട് ഇവിടെ പൊട്ട് വെച്ചൊരു പൊട്ടിര. ഓ, പൊട്ട് വെച്ചപ്പോ കറങ്ങിട്ടൊക്കെ വരാ. ആണോ? கேசு, എന്നിട്ട് പറ്റേ என்னடா இது? മെർലിനെ ഞാൻ എന്താ വിളിക്കാം? நீ விரதத்துல தானே? ഓ, மெர்லின் கிட்ட பேசலாமா? എന്തെറ്റി? பேசக்கூடாது. பேசினா என்ன ஆகும்னா மனசெல்லாம் வேற மாதிரி போயிடும், அதனால பேசக்கூடாது, தப்பு. മെർലിനടുത്ത് പേശ മനസ്സ് വേറെ അടുത്ത് പോയി. அப்படிதான், விரதம் எடுத்துனா அப்படிதான், செய்யக்கூடாதுன்னா செய்யக்கூடாது, அவ்வளவுதான். ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നേ ഉള്ളൂ. அது தெரியும், நீ ஜஸ்ட் சம்சாரிச்செல்லாம் இருக்கிறேன்னு. ஆனாலும் அப்படியெல்லாம் செய்யக்கூடாது கேசு. நீ நல்ல பையன்தான், ஆனாலும் விரதத்துல இருக்கும்போது அப்படியெல்லாம் செய்யக்கூடாது. എന്താ പ്രശ്നം? பாரு, மெர்லின் கிட்ட பேசிட்டு இருக்கான். അതിനെന്താ? அதில்ல லட்சு, டூர் போற விஷயம் எல்லாம் பேசிட்டு இருக்கான். அப்படியெல்லாம் செய்யக்கூடாது, விரதத்துல தானே. വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ അങ്ങോട്ട് ശൃംഗരിക്കാൻ നിൽക്കണ്ട. ഇല്ലെന്ന്, ഞാൻ നമ്മൾ ഇതിനായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൂർ പോകണമെന്നുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തെ കാര്യം അപ്പ പറയാടാ, നീ ഇപ്പഴതൊന്നും പറയണ്ട. ചിലപ്പോ സംസാരിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയി പോയാലോ. അതേதான் நானும் சொன்னேன். ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, മെർലിൻ ചേച്ചി എടുത്ത് വിളിച്ചു പറ, ചേട്ടന്റെ വ്രതം തീരുന്നവരെ ചേട്ടന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ. கரெக்ட், நீ அப்படி செய்யடா. കനകാറ്റിക്ക് എന്തിനാടി, നിനക്കെന്തടി? டேய், இந்த விரதம் எடுக்கும்போது அப்படியெல்லாம் பேசக்கூடாதுடா. എപ്പോഴെല്ലാം പേസക്കൂടാது കനകാറ്റി? டேய், பேசி வேற விஷயத்துல எல்லாம் போனா ரொம்ப தப்பு. വേറെ വിഷയം ഇതാ കനകാറ്റിയെ. இல்லடா கேசு, நீ மெர்லின் கிட்ட போன்ல பேசும்போது அவரோட அப்பா பார்த்தேன்னு வச்சுக்கோ, அவர் வந்து கோவப்படுவாருல்ல, அப்போ உனக்கும் கோவம் வரும்ல. இப்போ விரதத்துல இருக்கும்போது கோவம் எல்லாம் படக்கூடாது, மனசு சாந்தமா இருக்கணும். അങ്ങനെ நீ என்ன நினைச்ச? ഞാനും ഈ കാര്യം തന്നെ ഉദ്ദേശിച്ചേ. കേശുവേ, ചേച്ചി പറയണതും കറക്റ്റ് ആണ്. ഇങ്ങനെ വ്രതം എടുത്ത് അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് മാത്രം കാര്യമില്ല, മനസ്സ് ശാന്തമായിട്ട് ഇരിക്കണം. ഈ സമയത്ത് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല. அப்படின்னா நீ ஒண்ணு செய், நல்ல பக்தி பாட்டா கேடு. കേടാനാ? கேளுன்னு இந்த மாதிரி மாறுவது மனம் தேடுவது இனம், அந்த மாதிரி பாட்டெல்லாம் கேட்டேன்னு வச்சுக்கோ, அப்படி பக்திமயமா மாறிடும். എടാ, കൊറേ ട്രെൻഡിങ് സോങ് ഉണ്ടോ, നീ കേള്. ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യട്ടാ. നിങ്ങൾ പൊക്കോ, എല്ലാരും പോയി, എനിക്കൊരു സമാധാനം എന്താ. അമ്മൂമ്മ പടവലത്ത് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടാ പോയത് കേശുവിന്റെ വ്രതത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന്. എന്റെ അടുത്തല്ല, എന്റെ അടുത്ത്.
அதனால தாண்டா நான் இந்த விஷயம் எல்லாம் உங்ககிட்ட சொன்னேன். ഓക്കെ. சொன்ன மாதிரியெல்லாம் செய்ய. ഓ സ്വന്തം മാതിരി തന്നെ ചെയ്യാം പോരെ. ചെല്ല്. ചേട്ടാ ഓടാ. മുരുകനെ വേറെ ഏതൊക്കെ പേരുണ്ട്? മുരുകന് വേറെ ഒരുപാട് പേരുണ്ട് മക്കളെ. മുരുകൻ, കാർത്തികേയൻ, സ്കന്ദൻ, ആറുമുഖൻ, വേലായുധൻ, മയിൽവാഹനൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ മുരുകന്റെ വാഹനം ഏതാ? അതല്ലേ മക്കളെ ഞാൻ ഇപ്പൊ പറഞ്ഞേ, മയിൽവാഹനൻ, മയിൽ വാഹനമായുള്ളവൻ. അപ്പൊ മയിലാണ് മുരുകന്റെ വാഹനം. വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര, വേലായുധ ഹരോഹര, വേലായുധ ഹരോഹര, ഹരോഹര അല്ലേ മക്കളെ, ഹരോഹര, ഹരോഹര, ഹര ഹരോ ഹര ഹര, ഹര ഹരോ ഹര ഹര. അങ്ങനെ. എന്താ അമ്മൂമ്മ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ആ ഇല്ല, അവരമ്പലത്തില്. ആ അവിടെ ഭസ്മം നിറയ്ക്കലും അതുപോലെ തന്നെ പൂജയൊക്കെയാണെന്നാ പറയണേ. ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. പാറുവാ? പാറുതേ ഇവിടെ ഒരുങ്ങിക്കെട്ടി പട്ടുപാടയും ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കണ്. അമ്മൂമ്മ എന്താ വരാത്ത? അത് ശരി. എൻ്റെ അമ്മൂമ്മ അതാണോ വലിയ കാര്യം? ഇവിടുത്തെ കാര്യമല്ലേ വലുത്. അത് പിന്നെ ആണെങ്കിലും ചെയ്യാറുന്നല്ലോ. ശരി എന്നാ. ഓ കനകാൻ്റെ അവരുടെ കൂടെ തന്നെയുണ്ട്. ശരി. അമ്മൂമ്മയും കൂടെ വേണമായിരുന്നു. അമ്മ എന്ത് വരാത്ത? അവിടെ ഇന്നാണ് തേങ്ങ ഇടാൻ ആള് വന്നിന്ന്. ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ അയാളെ കിട്ടത്തില്ല. അമ്മ പറയണേലും കാര്യമുണ്ട്. തേങ്ങയുടെ ഇപ്പൊ ആളെ കിട്ടണില്ല. കഴിഞ്ഞ തവണ ഞാൻ ശർക്കരയിൽ പോയപ്പോഴും ഇതുപോലെ തേങ്ങയുടെ ആളെ നോക്കി, കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം ഒരാളെ കിട്ടി. അയാളാണെങ്കിൽ ഭയങ്കര പറ്റിപ്പു. അയാൾക്കേ ആൾക്കാരെ പറ്റിക്കണതാണ് ഏറ്റവും സന്തോഷം, പൈസ കിട്ടണേക്കാൾ. ഇതൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. ചേച്ചി കാവടി ഇതുവഴി വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. വരും പാറു, സമയാവണല്ലേ ഉള്ളു, വരും. കനകാൻ്റെ ആ കൂടെ ഉള്ളത്. മിക്കവാറും കേശുവിനെ കൊണ്ട് പഴഞ്ഞി മാത്രമല്ല, തിരുപ്പറക്കുണ്ടം, തിരുച്ചെന്തൂര്, തിരുനെൽവേലി ഇവിടെയൊക്കെ കാവടി എടുപ്പിക്കും. ചേച്ചി കൊട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഗേറ്റ് എത്തിന്ന് തോന്നുന്നു കേട്ടോ. പോയാലങ്ങോട്ട് പോ. അപ്പോ ഫോൺ ചെയ്യാം, വീടൊന്ന് കൂട്ടട്ടെ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ ഹോയ്, വേൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ, വേൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ. அப்பா இந்த பாரு, நாங்க கோவில்ல இருந்து ஆரம்பிச்சு இங்க எல்லாம் சுத்தி இங்க வந்தோம். அதுக்கப்புறம் நம்ம எல்லாருமா சேர்ந்து കാക്കനാട് പൂരാ சுத்தி அப்புறம் கோவில்ல போய் முடிக்க போறோம். കാക്കനാട് മൊത്തോ? ஆமா. അത് അത്യാവശ്യം നല്ല ദൂരമല്ലേ? என்ன லட்சம் இது, நம்ம விரதம் எடுத்து இப்படி எல்லாம் செஞ்சோன்னா ரொம்ப அருமையா இருக்கும். ഞങ്ങൾ அப்படின்னு ஆரம்பிக்கலாமா? ഹര ഹരോ ഹര ഹര.